പുഞ്ചിരി കൊണ്ട് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ദേവതയാണ് കൂഷ്മാണ്ഡ. സർവ്വപ്രപഞ്ചത്തിന്റെയും ഊർജ്ജദായിനിയാണ് മാതാ കൂഷ്മാണ്ഡ. സൂര്യന്റെ അകക്കാമ്പിൽ വസിച്ചുകൊണ്ട് സർവ്വലോകത്തിനും ഊർജ്ജം പ്രദാനം ചെയ്യുന്നവൾ. അവളുടെ തിളക്കമുള്ള പുഞ്ചിരി കൊണ്ട് ഇരുണ്ട ലോകത്തിനെ പ്രകാശമാനമാക്കുന്നു. അവൾ വിശ്വമാതാവാണ്. ആന്തരികമായ സാധ്യതകളെ പ്രകാശിപ്പിക്കുകയും ഉറങ്ങിക്കിടക്കുന്ന ഊർജ്ജങ്ങളെ ഉണർത്തുകയും ചെയ്യുന്ന ദേവതയാണ് കൂഷ്മാണ്ഡ. അമ്മ കുറിക്കുന്നത് വായുവിനെയാണ്. മാതൃസ്നേഹത്തെയും സംരക്ഷണത്തിനെയും പ്രതിനിധാനം ചെയ്യുന്ന ദേവതയാണ് സ്കന്ധമാത. സ്കന്ധനായ കാർത്തികേയന്റെ അമ്മയാണ്. അവൾ തന്റെ പുത്രനോടൊപ്പം ഒരു താമരയിലിരിക്കുന്നു. വിശുദ്ധിയെയും ദിവ്യ മാതൃത്വത്തെയും സൂചിപ്പിക്കുന്ന ദേവതയാണ് സ്കന്ധമാത. മാതൃസ്നേഹം, ശക്തി, ആർദ്രത എന്നിവ കൈക്കൊള്ളുന്ന ഭാവമാണത്. അമ്മ കുറിക്കുന്നത് ആകാശത്തെയാണ്. മഹിഷാസുരനെ പരാജയപ്പെടുത്താനായി എല്ലാ ദേവതമാരിൽ നിന്നും ഉണ്ടായ സംയോജിത ശക്തിയാണ് ദേവി കാർത്യായനി. കാർത്യായന മഹർഷിയുടെ പുത്രി ആയതുകൊണ്ടാണ് കാർത്യായനി ദേവി എന്ന പേര് വന്നതെന്ന് പറയുന്നു. കാർത്യായന മഹർഷിയാണ് ഈ ദേവതയെ ആദ്യം ആരാധിച്ചത്. അതുകൊണ്ട് ദേവി കാർത്യായനി എന്നറിയപ്പെടുന്നതാണെന്നും പറയുന്നു. വാമനപുരാണം അനുസരിച്ച് മഹിഷാസുരനോടുള്ള കോപം ദേവതമാരിൽ നിന്നും ഊർജ്ജമായി പുറന്തള്ളിയപ്പോൾ അവയെല്ലാം സംയോജിച്ചുണ്ടായ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ദേവിയാണ് മാതാ കാർത്യായനി. എന്നിരുന്നാലും ദേവി പ്രതിനിധീകരിക്കുന്നത് കോപത്തെയും നീതിയെയുമാണ്. അനീതിക്കെതിരെ പ്രവർത്തിക്കാൻ പ്രേരണ നൽകുന്ന ശക്തിയാണ് മാതാ കാർത്യായനി. പ്രകാശത്തിനെ കുറിക്കുന്ന ദേവതയാണ് കാർത്യായനി.